നമസ്കാരം. ഡിജിറ്റൈസമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഏതൊരു സാധാരണക്കാരനും വെബ്സൈറ്റ് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ വെബ്സൈറ്റുകൾ ഇതേപോലെ നിലവിലുണ്ട്, പെട്ടെന്ന് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വെബ്സൈറ്റിന് എപ്പോഴും നമുക്ക് ബേസിക്കായിട്ടുള്ള ആവശ്യം ഡൊമൈനും സെർവറുമാണ്. ഈ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന facebook.com അല്ലെങ്കിൽ google.com, അതിൻ്റെ പേരാണ് ഡൊമൈൻ. അത് നമുക്ക് ഇഷ്ടമുള്ള പേരിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേരിൽ അത് പർച്ചേസ് ചെയ്യാം. അതല്ല, ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന വെബ്സൈറ്റിൽ ഫ്രീ ആണ് ഡൊമൈൻ. ഫ്രീ എന്ന് പറയുമ്പോൾ സബ് ഡൊമൈൻ ആയിട്ടാണ് വരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാം. പിന്നെ വരുന്നത് സെർവറാണ്. സെർവർ എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്ത വെബ്സൈറ്റ് എപ്പോഴും നമുക്ക് ലൈവ് ആക്കാനും ഹോസ്റ്റ് ചെയ്യാനും ഓൺലൈൻ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു ഓപ്ഷനാണ് സെർവർ. അതായത് ഒരു ക്ലൗഡ് സ്പേസാണ് സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടാണ് ഒരു വെബ്സൈറ്റിന് എപ്പോഴും ആവശ്യം. പിന്നെ വേണ്ടി വരുന്നത് നമുക്ക് ഡിസൈനിങ് ആണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെ ഏതൊരു സാധാരണക്കാരും പ്രോഗ്രാമിങ്ങിൻ്റെ സ്കില്ലോ അല്ലെങ്കിൽ ഡിസൈനിങ്ങിൻ്റെ സ്കില്ലോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഈസി ആയിട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴി സ്വന്തമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് weebly.com. നിങ്ങൾക്ക് ഗൂഗിളിൽ weebly.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറാൻ പറ്റും. webly.com എന്നാണ് വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് നമുക്ക് കിട്ടുന്നത്. ഹോം പേജാണ് ഇവരുടെ. അപ്പോൾ ഇവിടെ പ്രൈസിങ് നമുക്ക് കാണാൻ പറ്റും. പ്രൈസിങ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ സബ് ഡൊമൈനാണ് നമുക്ക് ഫ്രീ ആയിട്ട്. സബ് ഡൊമൈനിൻ്റെ കീഴിലാണ് നമുക്ക് ഈ ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് അവർ ഹോസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ടൊരു ഡൊമൈനൊന്നുമില്ല. അപ്പോൾ ഒരു ഡൊമൈൻ കണക്ട് ചെയ്യണമെങ്കിൽ തന്നെ അത് അപ്ഗ്രേഡ് ചെയ്യണം നമ്മുടെ അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കേജും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് വെബ്സൈറ്റിൽ വരുന്ന ആൾക്കാർ എന്തായാലും സൈനപ്പ് ചെയ്യുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലോഗിൻ ചെയ്യാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കിട്ടും. ഇതാണ് ഡാഷ്ബോർഡ്. ലോഗിൻ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൻ്റെ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡമ്മയായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും കാണിക്കാം, പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേറെ ഓപ്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഡൊമൈൻ G-Suite. ഇപ്പോൾ നമുക്കൊരു വെബ്സൈറ്റാണ് വേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ രണ്ടെണ്ണം ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആഡ് സൈറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന് ഐ ജസ്റ്റ് നീഡ് എ വെബ്സൈറ്റ്, പിന്നുള്ളത് ഐ നീഡ് എ വെബ്സൈറ്റ് വിത്ത് ആൻ ഓൺലൈൻ സ്റ്റോർ. അപ്പോൾ ഇ-കൊമേഴ്സ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അല്ലാത്തവർക്ക് ഐ ജസ്റ്റ് നീഡ് എ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ പേഴ്സണൽ വെബ്സൈറ്റുകളോ ഒക്കെ ആയിട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ തന്നെ പോവാം. കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇതാണല്ലോ ആവശ്യം വരിക. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻ്റർഫേസാണ് ഇത്. ഈ ഒരു ഡാഷ്ബോർഡാണ് നമുക്ക് കിട്ടുക. ഇത് എഡിറ്റിംഗ് ഡാഷ്ബോർഡാണ്, വെബ്സൈറ്റ് എഡിറ്റ് ചെയ്യാനുള്ളത്. ഇത് എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ ഇത് അവിടെ ഉണ്ടോ നമുക്ക് കുറച്ച് തീമുകൾ അവർ തന്നിട്ടുണ്ട്. ഫ്രീ ആയിട്ടുള്ള തീമുകളാണ് ഒക്കെ. അപ്പോൾ ഏതാണ് കാറ്റഗറി ചെയ്തിട്ടുണ്ട്? ബിസിനസ്, പോർട്ട്ഫോളിയോ, പേഴ്സണൽ, ഇവൻറ്റ്, ബ്ലോഗ്, കമ്മിങ് സൂൺ, അതർ. അപ്പോൾ നമുക്ക് ഏത് രീതിക്ക് ഏത് ലെവലിലുള്ള വെബ്സൈറ്റാണ് വേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടെ അതിൻ്റെ തീം അവൈലബിൾ ആണ് കുറച്ച്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബിസിനസ് തീമിലേക്ക് തന്നെ പോകണം. ഞാനിപ്പോൾ ഈ ഒരു തീം സെലക്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണിക്കുന്നത്. ഒരു ബർഗർ ഷോപ്പിൻ്റെ ഒരു ഇതാണ്, ഒരു തീമാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ലൊരു തീമാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് എഡിറ്റിംഗ് കൊടുക്കുകയാണ്. അതോടെ ഇത് എഡിറ്റിംഗ് ടേബിളിലേക്ക് പോവാണ് ഈ വെബ്സൈറ്റ്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഈ പോപ്പ് വിൻഡോ എന്തിനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഡൊമൈൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഡൊമൈൻ പുറത്തുനിന്ന് വാങ്ങിയ ആളുകളുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ഡൊമൈൻ ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാം ഇവരെ ഈ അക്കൗണ്ട് വഴി. അപ്പോൾ അതൊന്നും വേണ്ട. നമുക്കിപ്പോൾ സബ് ഡൊമൈനിൽ ഫ്രീ ആയിട്ട് സബ് ഡൊമൈനിലാണ് ചെയ്യാന്ന് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്യുക. ഓക്കെ, എഡിറ്റിംഗ് ടേബിൾ എത്തി. ഇവിടെ നമുക്കിപ്പോൾ
ഈ സൈഡിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടൂൾസാണ്. ബേസിക് ടൂൾസ്, സ്ട്രക്ചേഴ്സ്, മീഡിയ, ഇ കൊമേഴ്സ്. ഈ ഒരു ചിഹ്നം, ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഓറഞ്ച് ഒരു മിന്നൽ ചിഹ്നം കണ്ടാവും. അതുള്ളതൊക്കെ പ്രീമിയം കേട്ടോ. പ്രീമിയം അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ടൂൾസൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബേസിക്കായിട്ടുള്ള എഡിറ്റിങ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊരു ടെക്സ്റ്റാണ്, വെറും ടെക്സ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലോഗോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോഗോ എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. അപ്പോൾ ലോഗോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത്രേ ഉള്ളൂ, സിമ്പിൾ. നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. PNG ഫയലുള്ള ലോഗോ ആണെങ്കിൽ അത്രയും ബെറ്റർ. അപ്പോൾ ഇമേജ് URL എന്നുള്ള ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോഗോ നമ്മുടെ വെബ് സ്പേസിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ URL അടിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഓക്കെ. പിന്നെ വരുന്നത് ടെക്സ്റ്റ്. ഇപ്പോൾ ഇത് ലോഗോ ആണ്, ഇപ്പോൾ ഇത് ടെക്സ്റ്റാണ്, നമുക്ക് ലോഗോ ഇല്ല. അപ്പോൾ ടെക്സ്റ്റിൽ എഴുതിയാൽ മതി എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. സാധാ പോലെ ടെക്സ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ അത് അടിച്ചെടുക്കുക. സിമ്പിളാണ്. പിന്നെ ഇങ്ങനെ ഈ ഓപ്ഷൻസ് കാണുന്നതൊക്കെ ഏരിയയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അതേപോലെ ഇത് എഡിറ്റ് ചെയ്യുക. മെനു, ബട്ടൺ എഡിറ്റ് ചെയ്യുക. ബട്ടൻ്റെ ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ബട്ടൺ ടെക്സ്റ്റിൻ്റെ മോഡലിങ്, ടെക്സ്റ്റ് എന്താണ് എഴുതേണ്ടത്, അതേപോലെ ബട്ടൺ സ്റ്റൈല് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അങ്ങനെ പൊസിഷൻ ഏതാ, ലെഫ്റ്റാണ്. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ലെഫ്റ്റിലാണ് നിൽക്കുന്നത്. സെൻറ്റർ കിട്ടാൽ സെൻറ്ററിൽ നിൽക്കും. ലെഫ്റ്റാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ പിന്നെ ലിങ്ക്, ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ലിങ്ക് എങ്ങോട്ടാണ് പോകുന്നത്, സ്പേസിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഒക്കെ നിങ്ങൾക്ക് തന്നെ ഒറ്റയടിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഇതിന് വലിയ സ്കില്ലോ അല്ലെങ്കിൽ വെബ് ഡിസൈനിങ്ങിൻ്റെ സ്കില്ലിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് ഒരു ഇമേജ് കാണാം. ഈ ഒരു ഇമേജ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പകരം വേറൊരു ഇമേജ് ഇടണമെന്നുണ്ടെങ്കിലും നടക്കും. ഇപ്പോൾ ഇതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. റീപ്ലേസ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകരം വേറെ ഏതെങ്കിലും ഇമേജ് സെയിം സൈസിലുണ്ടെങ്കിൽ അത് കൊടുത്തിടാം. പിന്നെ അതിൻ്റെ അലൈൻമെൻറ്റും മറ്റ് സ്പേസിങ്, ക്യാപ്ഷൻസ്, അഡ്വാൻസ്ഡ്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ്. ബോർഡർ കൊടുക്കണമെങ്കിൽ കൊടുക്കുക, അതിൻ്റെ കളറ്, പിക്ചർ കൊടുക്കണമെങ്കിൽ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ്. എല്ലാം സിമ്പിളാണ്. കുറേ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ കുറേ ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഇവിടെയും കുറേ ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബട്ടൺസ് സെയിം പാറ്റേണിൽ. അപ്പോൾ ഒരു സിമ്പിൾ വെബ്സൈറ്റ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ വെബ്സൈറ്റാണ് ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് ആഡ് ചെയ്യണമെങ്കിലും ഭയങ്കര സുഖമാണ്. ഇതൊക്കെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടാൻ പറ്റും. ഇപ്പോൾ ഈ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഈ ടെക്സ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടു. അപ്പോൾ ആ ഒരു ഏരിയ അവിടെ ക്രിയേറ്റായി. ഇതാണ് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് ഞാൻ സെൻറ്റർ ആക്കുക. അപ്പോൾ ഇതൊരു കളറ് നമുക്ക് സെലക്ട് ചെയ്യാം, കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ടൈറ്റിലാക്കി നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. കണ്ടില്ലേ, സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. അവിടെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, ഡിലീറ്റ്. ഇപ്പോൾ ടെക്സ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ കാണുന്ന എല്ലാ ഓപ്ഷൻസും ഇതെല്ലാം നമുക്ക് ഇവിടെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടുക. അതിൻ്റെ ഓപ്ഷൻസ് പോയിട്ട് നമ്മൾ അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്. പിന്നെ ഇപ്പോൾ ഇതിലിപ്പോൾ ഇല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഗാലറി ഇല്ല. അപ്പോൾ ഗാലറി ഞാൻ ഇതിലേക്ക് വലിച്ചു കൊടുത്തിട്ടു. ഇതിൽ അപ്ലോഡ് ഇമേജ് എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് കഴിഞ്ഞാൽ മൾട്ടിപ്പിളായിട്ട് നമുക്ക് ഇമേജ് സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഗാലറീൻ്റെ പോലെ അത് ആ ഒരു രീതിക്ക് അത് ഷോ ചെയ്ത് വരും ഗാലറി ആയിട്ട്. പിന്നെ മാപ്പ്, കോണ്ടാക്ട് ഫോമൊക്കെ നമുക്ക് ഇതിൻ്റെ കോണ്ടാക്റ്റ് പേജിൽ ചെന്നാൽ കിട്ടും. ലൊക്കേഷൻസ് ഒക്കെ സെപ്പറേറ്റ് പേജാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മെനുവിൽ പോയിട്ട് ഓരോ പേജും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പേജും ഇതേപോലെ എഡിറ്റ് ചെയ്യാം. ഈ കോണ്ടാക്ട് ഫോം ഇല്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കോണ്ടാക്ട് ഫോം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ അഡ്രസ്സും മറ്റു കാര്യങ്ങളുള്ളൂ. ഇതിലൊരു കോണ്ടാക്ട് ഫോം ആഡ് ചെയ്ത് കിട്ടും. ഈ ഒരു കോണ്ടാക്ട് ഫോമിൻ്റെ ഏരിയ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് വേണമെങ്കിൽ കൊടുക്കുക. അതേപോലെ ഫോമിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് കൊടുക്കുക. അപ്പോൾ ഏത് മെയിലേക്കാണ് ഇത് പോകേണ്ടത്, ഈ കോണ്ടാക്ട് ഫോമിൽ നിന്ന് മെയിൽ ഏത് തീക്കാണ് പോകുന്നതാണ് നേരത്തെ കണ്ടത്. അതേപോലെ സ്പേസിങ്, പിന്നൊക്കെ ഡിസൈനിങ്ങിൻ്റെ മോഡലാണ്. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാം.
ടെക്സ്റ്റിൻ്റെ. അതേപോലെ ഇത് ഈ ഒരു സ്പേസൊക്കെ നമുക്ക് സ്പേസിങ്ങിൻ്റെ അലൈൻമെൻറ്റ് മാർജിനും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ വീഡിയോ ചെയ്യാനാണ്, വലിച്ചു നീട്ടുന്നില്ല. ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഓരോ ഓപ്ഷനും നമുക്ക് ഡ്രാഗ് ചെയ്തിടാനുള്ള ആ ഒരു മിനിമം സെൻസ് മതി ഈ ഒരു വെബ്സൈറ്റ് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാൻ. പിന്നെ ഡിസൈനിങ് ചെയ്യുന്നതൊക്കെ പിന്നെ നിങ്ങളെ എന്താ പറയുക, ഒരു ഡിസൈൻ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ മൈൻഡ് അനുസരിച്ച് ഉണ്ടാവും, എത്രമാത്രം ഭംഗിയായിട്ട് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബട്ടൺ ഉണ്ട്. ബട്ടൺ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബട്ടണിൻ്റെ പല ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ബട്ടണിൻ്റെ ടെക്സ്റ്റ് എന്താ, ബട്ടൺ സ്റ്റൈൽ എന്താ, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബട്ടൺ തന്നെയാണത്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് സെക്ഷനാണ്. ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന പോലെ ഇപ്പോൾ നേരത്തെ ഗാലറി, കോണ്ടാക്റ്റ്, മെനു, ഫീച്ചേർഡ്, ടീം, അപ്പോൾ പല സെക്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു സെക്ഷനാണ്. ഈ ഒരു മെയിലിൻ്റെ, അതായത് ഈ ഒരു കോണ്ടാക്റ്റിൻ്റെ ഫൂട്ടറിൻ്റെ തൊട്ട് മുമ്പുള്ളത് ഒരു സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനും ഓരോ കോള് ഓരോ പേരിൽ വിളിക്കും. അത് നമുക്ക് ഈ ഒരു സെക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഏത് എലമെൻ്റാണ് നമുക്ക് അവിടെ വേണ്ടത് അത് നമുക്ക് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സെക്ഷൻ ഇട്ടിട്ട് ഇതിൽ നമ്മുടെ കോണ്ടാക്ട് ഫോം ഇട്ടു. അപ്പോൾ കോണ്ടാക്ട് ഫോമിന് വേണ്ടി മാത്രമായിട്ട് അവിടെ ഒരു സെക്ഷൻ ക്രിയേറ്റ് ആവുകയാണ്, അതൊരു സിമ്പിളായിട്ട്. അതാണ് ഈ ഒരു സെക്ഷൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അതേപോലെ എല്ലാതും നമുക്ക് അതേപോലെ ഈ ഡിവൈഡർ എന്ന് പറയുന്നത് ബോർഡർ കൊടുക്കണമെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ബോർഡർ ഉണ്ടോ, സിമ്പിളായിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ വിടുത്ത് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സ്പേസ് ബാർ എന്നുള്ളത് ഇവിടെ ഇപ്പോൾ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോഗോ കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി സ്പേസ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൊരു സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുത്താൽ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ആവുകയാണ്, ഒരു പാഡിങ്. അത്രേ ഉള്ളൂ ഈ ഒരു സ്പേസ് ബാർ എന്നുള്ളതുകൊണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിലുണ്ടാവും. പിന്നെ മീഡിയ, ഇത് രണ്ടും പ്രീമിയം അക്കൗണ്ട് ആണ് കിട്ടുക, ഈ രണ്ട് ഓപ്ഷൻ. പിന്നെ യൂട്യൂബ് എംബഡ് ചെയ്യാനുള്ള അതിൻ്റെ ലിങ്ക് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും സിമ്പിളായിട്ടുള്ളൊരു ഓപ്ഷൻസാണ്. പിന്നെ ഇ-കോമേഴ്സ് ഉണ്ട്. ഇ-കോമേഴ്സിന് വേണ്ടി മാത്രം ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടി മാത്രം ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നുള്ളൂ. പിന്നെ ഗൂഗിൾ ആഡ്സെൻസിനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, കാരണം അത് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സോഷ്യൽ ഐക്കൺസ്, നമുക്ക് ഫൂട്ടറിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സോഷ്യൽ ഐക്കൺസ്. നമ്മുടെ സോഷ്യൽ മീഡിയൻ്റെ ലിങ്ക് മറ്റും ആഡ് ചെയ്യാൻ പറ്റിയ എല്ലാ ഐക്കൺസും നമുക്ക് അവൈലബിൾ ആവും. പിന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതായത് ഓൺലൈൻ സ്റ്റോർ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്, അതിന് വേണ്ടി ഞാൻ ഇതൊക്കെ പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, ഇതിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു എന്നുള്ളൂ. സിമ്പിളായിട്ട് ഒരാൾ വന്നിട്ട് ഇരുന്നിട്ട് ഒരു വെബ്സൈറ്റ് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഈ weebly.com എന്നുള്ള ഒരു ഡൊമൈൻ്റെ കീഴിലെ ഒരു എസ്ക്രിപ്റ്റ് ഡൊമൈൻ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബേസിക് ആവശ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ മറ്റു കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ഇതിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇ-കോമേഴ്സിൻ്റെ ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതുണ്ട്. അതുപോലെ നമുക്കെങ്ങനെ പബ്ലിഷ് ചെയ്തിട്ട് നമുക്കിങ്ങനെ നമ്മുടെ വെബ്സൈറ്റ് ലൈവ് ആക്കുക എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ മനസ്സിലായവർ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എങ്ങനെ എത്ര ഈസി ആയിട്ട് ഒരു വെബ്സൈറ്റ് ചെയ്യുക എന്നുള്ളത് പലർക്കും അറിയില്ല. പലരും എപ്പോഴും ചോദിക്കും ഒരു വെബ്സൈറ്റ് ചെയ്തു തരുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒരു വെബ്സൈറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.